ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ഒരു വീഡിയോ കൂടെ തിരിച്ചു വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്റ്റിലായിരുന്നു, മറ്റൊന്നുമല്ല. ജനുവരി 21 മോർണിംഗ് 2:30 എനിക്ക് അങ്കമാലി വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഒരു കാർ വന്ന് എൻ്റെ ബൈക്കിലിടിച്ചു. അങ്ങനെ എൻ്റെ ലെഫ്റ്റ് ഷോൾഡറിലെ റാഡിക്കൽ ബോൺ ഫ്രാക്ചർ ആവുകയും മൊത്തത്തിൽ ഒരു റെസ്റ്റ് ആയിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ പുതിയ ബസ്സുകളുടെ പുതിയ മിനിയേച്ചേഴ്സിൻ്റെ അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറേ വർക്ക്സ് പെൻഡിങ് ആണ്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാഗ് വന്നത്. ഇപ്പോഴും ഞാൻ ഓക്കെ അല്ല, എനിക്കിനി റെസ്റ്റ് വേണം. ഓഫീസിൽ ഞാൻ പോകുന്നില്ല, വർക്ക് ഫ്രം ഹോമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കംപ്ലീറ്റ്ലി റെസ്റ്റ് ആയിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. സത്യത്തിൽ വർക്ക് തുടങ്ങി വെച്ച 2 AATP ബസ്സുകളുണ്ടായിരുന്നു. നമ്മുടെ സ്കോർപ്പിയനും ഫാൻറ്റും 1Sൻ്റെ ഇറങ്ങിയ സമയത്ത് തന്നെ 2 AATP ബസ്സുകൾ ഞാനും ഇറക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ജോലി തിരക്കും അതുപോലെ തന്നെ ബാക്കി പ്രശ്നങ്ങളൊക്കെ കാരണം അതും മുടങ്ങി കിടന്നു. ഇപ്പം ബാക്കിൽ നോക്കി കാണാം, ഈ 2 വണ്ടികളാണത്. അപ്പോൾ ഗായ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ വർക്ക് തുടങ്ങി വെച്ച 2 വണ്ടികൾ. രണ്ടും സെഡസ്ത്ര മോഡലാണ്. 12 മീറ്റർ അശോക് ലൈലാൻഡ് ചേസസിൻ്റെ മെഷർമെൻറ്റിൽ 2+2 കോൺഫിഗറേഷൻ വരുന്ന സിൽക്കെയറിൻ്റെ ഫസ്റ്റ് AATP ബെല്ലി ഡെക്ക് ടൂറിസ്റ്റ് ബസ് മോഡലാണ്. സെഡസ്ത്ര BS6 മോഡലാണത്. ഈ ബസ്സുകളുടെ വീഡിയോസ് ഒരു 2 പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് ആലോചിക്കുന്നത്. ഇപ്പം രണ്ടും ബെല്ലി ഡെക്ക് മോഡൽസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ബെല്ലി ഡെക്ക് അത്യാവശ്യം ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ AATP മോഡലുകളും ഹൈറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് പേരെങ്കിലും അതിനെക്കുറിച്ച് അവയർനെസ് ആയിരിക്കും. ഇപ്പം ഈ സൈഡിൽ സൈഡിലേക്ക് 5 അപ്പുറത്തും 5 സൈഡിലേക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വണ്ടി ചെയ്തിരിക്കുന്ന ലെയ്ലാൻഡിൻ്റെ രീതിക്കാണെന്ന് പറഞ്ഞു. അപ്പം സ്റ്റിയറിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ വണ്ടിയുടെ മീറ്റർ ആണെങ്കിലും എല്ലാം നമ്മൾ ലെയ്ലാൻഡിനെ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് വണ്ടിയുടെ അത്യാവശ്യം ക്യാബിൻ വർക്ക് എല്ലാം കംപ്ലീറ്റഡ് ആണ്. പിന്നെ സൈഡ് ബീഡിങ് ആണെങ്കിലും പുതിയതായിട്ടാണ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ സെഡസ്ത്രയിൽ ഇത്രയും വലിപ്പത്തിൽ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. ഇത് 2 വണ്ടികളും 16 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഫ്രണ്ട് കൗളിൻ്റെ വിട്ട് വരുന്നത്. അതിനനുസരിച്ചുള്ള ഹൈറ്റും പിന്നെ നോർമൽ ഹൈറ്റ് അല്ല, ഞാൻ പറഞ്ഞു ബെല്ലി ഡെക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഡ്രൈവറിൻ്റെ വിൻഡോയുടെ ആ ഒരു റേഞ്ചും പാസഞ്ചർ വിൻഡോസും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് വരുന്നുണ്ട് ഹൈറ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഗായ്സ്, വരുന്ന ദിവസങ്ങളിൽ ബാക്കി പാർട്ടുകളായിട്ട് ഈ 2 വണ്ടികളുടെ അപ്ഡേഷൻസും അതുപോലെ തന്നെ ഇതുവരെ എത്തി നിൽക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. വീഡിയോയുടെ ലെങ്ത് ഒരല്പം കൂടി പോകുന്നുണ്ട്. സോ ഇൻസ്റ്റാഗ്രാമിൽ വരും ദിവസങ്ങളിൽ പോസ്റ്റുകളുണ്ടായിരിക്കും. സോ അതുവരെ എല്ലാവർക്കും ബൈ.